സംസ്ഥാനത്തെ ഗുരുതരമായ സാമ്പത്തിക തകർച്ചയുടെ നേർചിത്രമായി വീണ്ടും കടമെടുപ്പ്. 4000 കോടി രൂപയ്ക്കായുള്ള കടപ്പത്ര ലേലം സെപ്റ്റംബർ 2 മുംബൈയിൽ നടക്കും. ഭീമമായുള്ള തുകയ്ക്കുള്ള കടമെടുപ്പ് 3000 കോടി രൂപ കടമെടുത്ത് ആഴ്ചയൊന്ന് തികയും മുമ്പെയാണ്. ജനം ബ്രേക്കിംഗ്. ദൂർത്തടിച്ച് കേരളത്തിന്റെ ഖജനാവ് കാലിയാക്കിയതിന് പിന്നാലെയാണ് ഓണച്ചെലവിനായി സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കുന്നത്. സെപ്റ്റംബർ 4 4000 കോടിക്ക് വേണ്ടിയുള്ള കടപ്പത്ര ലേലം. ഈ മാസം 26 3000 കോടി കടമെടുത്ത് ആഴ്ചയൊന്ന് തികയും മുമ്പാണ് അടുത്ത കടമെടുപ്പെന്നതും ശ്രദ്ധേയമാണ്. 2-ാം തീയതിയിലത്തെ കടമെടുപ്പോടെ ഈ സാമ്പത്തിക വർഷത്തെ മാത്രം കടബാധ്യത 27,000 കോടിയിലേക്ക് ഉയരും. ഏപ്രിൽ മാസം 3000 കോടി, മെയ് മാസം 4000 കോടി, ജൂണും ജൂലൈയും 5000 കോടി വീതം, ഓഗസ്റ്റ് മാസം 6000 കോടി എന്നിങ്ങനെയാണ് ഈ സാമ്പത്തിക വർഷത്തെ ഇതുവരെയുള്ള കടമെടുപ്പ്. ഡിസംബർ വരെ 29,799 കോടി കടമെടുക്കാനാണ് കേന്ദ്രാനുമതി ലഭിച്ചത്. ഇതിൽ ഇനി അവശേഷിക്കുന്നത് 2,799 കോടി മാത്രം. ഈ തുക കൊണ്ട് വേണം സംസ്ഥാനത്തെ 4 മാസത്തെ ചെലവ് കഴിച്ചു കൂട്ടാനെന്നതാണ് നിലവിലത്തെ സ്ഥിതി. തട്ടിമുട്ടിയും ഓണം കടന്നുകൂടിയാലും പിന്നാലെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ സജീവമാകുമെന്നതിനാൽ സാധാരണക്കാർ മുതൽ സർക്കാർ ജീവനക്കാർ വരെയുള്ളവരുടെ അതൃപ്തി പരിഹരിക്കുകയെന്ന കടമ്പയുമുണ്ട്. ഖജനാവ് കാലിയായ സാഹചര്യത്തിൽ ഈ മാസം 19 മുതൽ കടുത്ത ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ദൈനംദിന ബില്ലുകളുടെ പരിധി 25 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷം രൂപയായി കുറച്ചു. 10 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ പാസാക്കാൻ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതിയും വേണം. നിലവിലത്തെ സാഹചര്യത്തിൽ ട്രഷറി നിയന്ത്രണവും ചെലവ് ചുരുക്കലും കൂടുതൽ കർശനമാക്കാൻ തന്നെയാണ് സാധ്യത. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.